പ്രിയപ്പെട്ടവരെ, കായിക രംഗത്തെ മറ്റൊരു വലിയ വിശേഷം എന്ന് വെച്ചാൽ ന്യൂസിലാൻഡിനെതിരായ അവസാന 2020-ക്കായി കേരളത്തിലെത്തിയ ഇന്ത്യൻ സംഘം അവർ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തുകയാണ്. ഇപ്പോൾ നാളെ കാര്യവട്ടത്താണ് അവസാന മത്സരം. സൂര്യകുമാർ യാദവ് അടക്കമുള്ള താരങ്ങൾ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൽ എത്തിയിട്ടുണ്ട്. ഹാൻസ് വിവരങ്ങളുമായിട്ടുണ്ട്. ഹാൻസെ, എല്ലാവരും എത്തിയോ? ക്ഷേത്രത്തിനുള്ളിലേക്ക് പ്രവേശിച്ചോ? വിവരങ്ങൾ എങ്ങനെയാണ്? സേതു, ഇന്ന് അല്പസമയം മുമ്പ് 9:15 കൂടിയാണ് ഇന്ത്യൻ ടീം പത്മനാഭസ്വാമി ക്ഷേത്രത്തിലേക്ക് എത്തിയത്. ഇന്നലെ തിരുവനന്തപുരത്ത് എത്തിയ എല്ലാവരുമില്ല, വളരെ കുറച്ച് താരങ്ങൾ മാത്രമാണ് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്താനായി എത്തിയിരിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടവരുള്ളത് സൂര്യകുമാർ യാദവ്, ഇഷാൻ കിഷൻ, അഭിഷേക് ശർമ്മ, അക്സർ പട്ടേൽ, വരുൺ ചക്രവർത്തി, റിങ്കു സിംഗ്, ഇത്രയും താരങ്ങളാണ് ഇപ്പോൾ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്താനായി എത്തിച്ചേർന്നിരിക്കുന്നത്. ഒപ്പം ഇവരുടെ സപ്പോർട്ടിംഗ് സ്റ്റാഫുകളും ചില കോച്ചുമാരുമുണ്ട്. ഇവർ അല്പസമയം മുമ്പ് വസ്ത്രമെല്ലാം മാറ്റി അകത്തേക്ക് പ്രവേശിച്ചിട്ടുണ്ട്. ഇനി ദർശനത്തിന് ശേഷം ഒരു അരമണിക്കൂറിനുള്ളിൽ തന്നെ പുറത്തേക്ക് ടീം അംഗങ്ങൾ ഇറങ്ങും എന്നാണ് അറിയാൻ കഴിയുന്നത്. പ്രത്യേക വാഹനത്തിലാണ് അവരെത്തിയത്. പ്രത്യേക സുരക്ഷയും ഉണ്ടായിരുന്നു. ശേഷം ഇവിടെ നിന്ന് താമസ സ്ഥലമായിട്ടുള്ള കോവളത്തെ ലീലയിലേക്ക് പോകും. പിന്നീട് ഇന്ന് വൈകിട്ട് 4:30 അവർക്ക് പ്രത്യേക പരിശീലനമുണ്ട്. കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ വെച്ചാണ് നെറ്റ്സ് പരിശീലനം നടക്കുക. ഇതേ സമയത്ത് തന്നെ ഉച്ചയ്ക്ക് 1:30-നും 4:30-നും ഇടയിൽ ന്യൂസിലാൻഡ് ടീമും ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ പരിശീലനത്തിനായി എത്തിച്ചേരുന്നുണ്ട്. സാധാരണഗതിയിൽ എല്ലാ സ്ഥലങ്ങളിലും ഇപ്പോൾ ന്യൂസിലാൻഡുമായിട്ടുള്ള പര്യടനം എടുത്തു നോക്കുകയാണെങ്കിൽ എല്ലാ വേദികളിലും കളിക്ക് പോയപ്പോൾ ഗുവാഹത്തിയിലാവട്ടെ, അതിനോടൊപ്പം തന്നെ വിശാഖപട്ടണത്തിലാവട്ടെ, ആ സ്ഥലങ്ങളിലെത്തിയതിനു ശേഷം അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിൽ ഇന്ത്യൻ ടീം സന്ദർശനം നടത്തിയിട്ടുണ്ട്. അതേ തരത്തിൽ തന്നെയാണ് ഇപ്പോൾ തിരുവനന്തപുരത്ത് എത്തിയതിനു ശേഷം പത്മനാഭസ്വാമി ക്ഷേത്രത്തിലും ദർശനം നടത്തുന്നത്. അല്പസമയത്തിനുള്ളിൽ തന്നെ ടീം അംഗങ്ങൾ ദർശനത്തിന് ശേഷം പുറത്തേക്ക് ഇറങ്ങുകയും ചെയ്യും. സേതു.